ഹായ് ഡിയർ, ഇന്നെടുക്കാൻ പോകുന്നത് 10th ഹിന്ദി സെക്കൻഡ് യൂണിറ്റിലെ ഉമ്മീദ് കി ദുനിയ, പ്രതീക്ഷയുടെ ലോകം. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, ഒരു പോമാണ് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ പേര് മേരി ദുനിയ കെ തമാം ബച്ചെ. കവിതയാണ് ഇതെഴുതിയത് അദ്നാൻ കഫീൽ ദർവേഷ്. അദ്നാൻ കഫീൽ ദർവേഷ് എഴുതിയിട്ടുള്ള കവിതയാണ് മേരി ദുനിയ കെ തമാം ബച്ചെ. ഇതൊരു നല്ല സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്. അപ്പോൾ നമുക്ക് കവിത നോക്കി നോക്കാം. वो जमा होंगे एक दिन और खेलेंगे एक साथ मिलकर, वो साफ सुथरी दीवारों पर पेंसिल की नोक रगड़ेंगे, वो कुत्तों से बतियाएंगे और बकरियों से और हरे टिट्टों से और चींटियों से भी. വോ ജമാ ഹോഗേ ഏക് ദിൻ. ഇവിടെ വോ എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളെയാണ്, ബച്ചോ. ഈ കുട്ടികളെ ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടി ഒരുമിച്ച് കളിക്കും. അതുപോലെ നല്ല വെളുത്ത വൃത്തിയുള്ള ചുമരിൽ സാഫ് സുന്ദരി ദീവാരോം പർ അവരെന്ത് ചെയ്യും? പെൻസിൽ കി നോക്ക് രഗടേങ്കെ, പെൻസിലിൻ്റെ മുന വെച്ചിട്ട് അവർ വരക്കും. അതുപോലെ ഈ കുട്ടികൾ ഒരു ദിവസം നായകളോടും ആടുകളോടും പച്ചപ്പുൽച്ചാടിയോടും അതുപോലെ ഉറുമ്പുകളോടൊക്കെ സംസാരിക്കും. ബക്കരിയോം സെ ഹരെ ടിട്ടോം സെ അവർ ചീണ്ടിയോം സെ ബി. എല്ലാ മൃഗങ്ങളോടും അവർ ഒരു ദിവസം സംസാരിക്കും. വേ ദൗഡേങ്കെ ബേതഹാഷ് ഹവാ और धूप की मुसलसल निगरानी में, और धरती धीरे धीरे और फैलती चली जाएगी ഉൻകെ പൈരോം കെ പാസ്. അതുപോലെ നമ്മുടെ കുട്ടികൾ ഓടും. എങ്ങനെ? ആരെയും പേടിയില്ലാതെ കാറ്റിലും വെയിലിലൊക്കെ നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ട് ഈ കുട്ടികളിങ്ങനെ ഓടും. അപ്പോൾ എന്താവും? ഭൂമി ധീരെ ധീരെ और फैलती चले जाएगी उनके पैरों के पास. ആ കുട്ടികളുടെ കാലിനടുത്തുള്ള ആ ഭൂമി വരെ വിസ്തൃതമായിക്കൊണ്ടിരിക്കും. देखना वो तुम्हारी टैंकों में भालू भर देंगे एक दिन, और तुम्हारी बंदूकों को मिट्टी में गहरा दबा देंगे, वो सड़कों पर घंटे खोदेंगे और पानी भर देंगे और पानियों में चपाचप लौटेंगे, वो प्यार करेंगे एक दिन उन सब से जिनसे तुमने उन्हें नफरत करना सिखाया है. എന്താണ് ഈ കുട്ടികൾ പറയുന്നത്? നോക്കൂ, എന്താണ് ഈ കുട്ടികൾ ഒരു ദിവസം ഈ ടാങ്കറുകളിലൊക്കെ അവർ മണൽ നിറക്കും. ഭാലുബർ, ഈ യുദ്ധോപകരണങ്ങളായ ടാങ്കർ, തോക്ക്, അതൊക്കെ അവരെന്ത് ചെയ്യും? അതിൽ മണൽ നിറക്കും. പിന്നെ ഒരു ദിവസം അവർ ഈ തോക്കുകളൊക്കെ മണ്ണിൽ ആഴത്തിൽ മിട്ടിമേ ഗഹരാ ദബാദേങ്കെ, മണ്ണിൽ ആഴത്തിൽ കുഴിച്ചു മൂടും. അതുപോലെ റോഡിലൊക്കെ അവരെന്ത് ചെയ്യും? പർ ഗഡ്ഡെ കോതെങ്കെ, വലിയ ആഴത്തിലുള്ള കുഴി ഉണ്ടാക്കും. അവർ പാനി ഭർദേങ്കെ, എന്നിട്ട് അതിലൊക്കെ വെള്ളം നിറച്ചിട്ട് കുട്ടികൾ അതിൽ കൈതട്ടി കളിക്കും. ഈ വെള്ളത്തിൽ ചപ്പാച്ചപ്പ് ലോട്ടെങ്കെ. അതുപോലെ വോ പ്യാർ കരേങ്കെ ഏക് ദിൻ, അവർ സ്നേഹിക്കും ഒരു ദിവസം. എങ്ങനെയുള്ളവരെ? ഉൻ സബ്സെ ജിൻസെ തുമ്നെ ഉനെ നഫറത്ത് കർണ സിക്കായേ ഹെ, അവരെ വെറുക്കാൻ പഠിപ്പിച്ചവരെയൊക്കെ അവരൊരു ദിവസം സ്നേഹിക്കുന്ന ഒരു ദിവസം വരും. वो तुम्हारी दीवारों में छेद कर देंगे एक दिन और आर पार देखने की कोशिश करेंगे, वो सहसा चीखेंगे और कहेंगे देखो उस बार भी मौसम तो हमारे यहाँ जैसा ही है, वो हवा और धूप को अपने गालों के गिर्द महसूस करना चाहेंगे और तुम उस दिन उन्हें नहीं रोक पाओगे. ഈ കുട്ടികൾ ഒരു ദിവസം വോ തുമാരി ദീവാരോമെ, നിങ്ങളുടെ ചുമരിൽ ഛേദ് കരുതെങ്കി ഏക് ദിൻ, തുളകളുണ്ടാക്കും, ഹോളുണ്ടാക്കും. എന്നിട്ട് മറുവശത്തേക്ക് നോക്കിക്കൊണ്ട് അവർ ഉറക്കെ ഒച്ച വെക്കും. എന്നിട്ട് അവർ പറയും, എന്താ പറയുക? ദേഖോ ഉസ് ബാർ ബി മൗസം തോ ഹമാരെ യഹാം ജൈസാ ഹി ഹെ,
അപ്പുറത്തെ കാലാവസ്ഥയും നമ്മുടേതുപോലെ തന്നെയാണ് എന്ന് പറയും. അതുപോലെ ഈ കുട്ടികൾ കാറ്റിലും വെയിലും ഒക്കെ അവരുടെ കവിളുകളിൽ സ്പർശിക്കും. അതായത് അവരിതൊക്കെ അനുഭവിക്കും. എല്ലാം അവർ ആരുടെയും ഒരു നിയന്ത്രണമില്ലാതെ ഫ്രീ ആയിട്ട് അവർ പുറത്തൊക്കെ ഇറങ്ങി കാറ്റും വെയിലും എല്ലാം അനുഭവിക്കും. ആ ഒരു ദിവസത്തെ തൊട്ട് നമുക്കാർക്കും അവരെ തടയാൻ കഴിയില്ല. നെഹീം രോക്ക് പാവോगे. एक दिन तुम्हारे महफूज घरों से बच्चे बाहर निकल आएंगे और पेड़ों पे घोंसले बनाएंगे. उन्हें गिलहरियाँ काफ़ी पसंद है. वो उनके साथ ही बड़ा होने चाहोगे. ഒരു ദിവസം നിങ്ങളുടെ സുരക്ഷിതമായ വീട്ടിൽ നിന്നും ഈ കുട്ടികൾ പുറത്തേക്ക് വരും. എന്നിട്ട് അവർ മരത്തിലൊക്കെ കൂടുണ്ടാക്കും. അതുപോലെ അണ്ണാൻ ഗിൽഹരിയാം, അണ്ണാനെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ അണ്ണാൻ്റെ കൂടെ വളരാനും ഈ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. തും ദേഖോगे जब वो हर चीज़ उलट पुलट देंगे उसे और सुंदर बनाने के लिए. നിങ്ങൾ നോക്കിക്കോ, അവർ ഓരോ സാധനങ്ങളും എങ്ങനെയാണ് മാറ്റിമറിക്കും, എന്നിട്ട് ഇവിടെ സുന്ദരമാക്കും ഈ കുട്ടികൾ. एक दिन मेरी दुनिया के तमाम बच्चे चींटियों, कीड़ों, नदियों, पहाड़ों, समुद्रों और तमाम वनस्पतियों के साथ मिलकर धावा बोलेंगे और तुम्हारी बनाई हर चीज़ को खिलौना बना देंगे. ഒരു ദിവസം എൻ്റെ ലോകത്തിലെ മുഴുവൻ കുട്ടികളും, തമാം ബച്ചെ മുഴുവൻ കുട്ടികളും, ഉറുമ്പുകൾ, പ്രാണികൾ, നദികൾ, മലകൾ, സമുദ്രങ്ങൾ, അവർ തമാം വനസ്പതിയും എല്ലാ സസ്യങ്ങളും മരങ്ങളും ഒക്കെ കൂടിയ അതിനെയാണ് വനസ്പതി എന്ന് പറയുക. എല്ലാത്തിനെയും അവരെന്ത് ചെയ്യും? എല്ലാം അവർ ആസ്വദിക്കും, എല്ലാം എൻജോയ് ചെയ്യും. എന്നിട്ട് അവർ തുമാരി ബനായി ഹർ ചീസ് കോ ഖിലൗന ബനാ ദേംഗെ. എന്നിട്ട് ഓരോ കാര്യങ്ങളും അവർ എല്ലാം എൻജോയ് ചെയ്ത് ആസ്വദിച്ചിട്ട് ഓരോന്നും അവർ കളിപ്പാട്ടങ്ങളാക്കി മാറ്റും. ഖിലൗന ബനാ ദേംഗെ, കളിപ്പാട്ടങ്ങളാക്കി മാറ്റും. അപ്പോൾ ഓക്കെ, ഇത്രയാണ് നമ്മുടെ കവിത. നല്ല സിമ്പിളായിട്ടുള്ള കവിതയാണ്, ടഫായിട്ടുള്ള വേർഡ്സ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കാം. കുട്ടികൾ നല്ല ഫ്രീ ആയിട്ട്, ആരും നിയന്ത്രിക്കാനും ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് ഈ ലോകത്ത് നല്ല ഹാപ്പി ആയിട്ട് ഉണ്ടാവണം എന്നാണ് നമ്മുടെ കവി ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലുള്ള ലോകം എന്ന് പറയുന്നത് ഇതാണ് ഈ കവിതയിലൂടെ നമുക്ക് തരുന്ന സന്ദേശം. അപ്പോൾ ഓക്കെ.